അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മിമിക്രിക്കാർ വിപ്ലവകാരികളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മിമിക്രിക്കാരെ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കും സമൂഹത്തിൽ തിന്മ ചെയ്യുന്നവർക്കും ഭയമാണ്. കാരണം പരിഹസിച്ച് പവിത്രീകരിക്കുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അതായത് നമ്മൾ അടിച്ചടിച്ചാണ് സ്വർണം നന്നാക്കുന്നത്. നിങ്ങളുടെ ഈ വിമർശിക്കാനുള്ള ഈ കഴിവിന് ഒരിക്കലും ആ തീ അണഞ്ഞു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകളോടെ നിർത്തുന്നു. താങ്ക് യു ബാബു. ഇവിടെ പെൺകുട്ടികളുണ്ട്, കലാകാരികൾ. ഇത്രയും നേരമായിട്ട് എല്ലാം പുരുഷന്മാരെ മാത്രം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പേരെന്താ? സരിക അല്ലേ? പാട്ടുകാരികളുടെ വോയിസാണ് എടുക്കുന്നത് അല്ലേ? പാട്ടുകാരികളുടെ ആദ്യമൊക്കെ കുറെ എടുക്കായിരുന്നു, പിന്നെ അതുമായിട്ട് ഇതില്ലണ്ടായി. ഞാൻ ഭാവനയുടെ ശബ്ദം എടുക്കാം. കേൾക്കാം. നിങ്ങൾ പറയണത് പോലെ ഒന്നല്ല, അവാർഡൊക്കെ കിട്ടുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവിടെ മാക്കിൻ്റെ പ്രോഗ്രാമിന് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് മിമിക്രിക്കാരെ ഞാൻ ഇന്നുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ എല്ലാവരുടെ അടുത്തും നന്ദി പറയണു. നന്ദി, നമസ്കാരം. വെരി ഗുഡ്. ഇനി ഇവിടെ നമ്മുടെ രാജാ സാഹിബൊക്കെ വിളിച്ചിരിപ്പുണ്ട് കുറേ ആളുകൾ പുറകിൽ. ഏതെങ്കിലും ഒരു ഐറ്റം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു നടനെ ഇപ്പോൾ സിദ്ദിഖിനെ കാണിച്ചു, അല്ലെങ്കിൽ പ്രേംനസീറിനെ കാണിച്ചു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി ഒരാൾ ഒരു പരിപാടി അവതരിപ്പിക്കൂ എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മലും ഇല്ലാതെ കാണിക്കാൻ, നമുക്ക് നല്ല കോൺഫിഡൻസോടെ കാണിക്കാൻ തോന്നിയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ്? ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ആ ഒരു സംഭവം ചെയ്യാം. ഒന്ന് കാണാം. ഇങ്ങനെ എൻ്റെ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കണേ? ഇടാണ്ട് വേദനിപ്പിച്ചൂടെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ലവ് യു ടാ. അങ്ങനെ സംഭവം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ராணி உனக்கு எதுக்கு தாவாணி, எனக்கு நீதான் இருக்க எதுக்கு தலகாணி. எகிப்து ராணி உனக்கு எதுக்கு தாவாணி, எனக்கு நீதான் இருக்க எதுக்கு தலகாணி. ராணி உனக்கு எதுக்கு தாவாணி, எனக்கு நீதான் இருக்க எதுக்கு தலகாணி. அருப்பு சிங்கம் சிரிச்சா